മക്കളെ, നിങ്ങൾ ചോറ് വെക്കണ ഒരു പിടി അരി മതി. നിങ്ങളെ തലവര മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഹായ്, ഹലോ, രാജു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണതേ അന്നദാനം മഹാദാനം നിങ്ങൾ കേട്ടിട്ടില്ലേ മക്കളെ? അതിന് ലക്ഷങ്ങളൊന്നും മുടക്കണ്ട കേട്ടോ. ലക്ഷങ്ങൾ മുടക്കണം എന്ന് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ? അതൊന്നും വേണ്ട മക്കളെ. നമ്മള് ചോറ് വെക്കണ അരി ഇല്ലേ അടുക്കളയില്, ആ അടുക്കളയിൽ ചോറ് വെക്കണ അരിന്ന് ഒരു പിടി അരി നമ്മൾ ഭഗവാന് മനസ്സിൽ വിചാരിച്ച് എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം അന്നത്തിന് മുട്ടൊന്നും ഉണ്ടാവരുത് വിചാരിച്ചിട്ട് ഒരു പിടി അരി ഇങ്ങനത്തെ ഒരു പാത്രത്തില് നിങ്ങൾ ചോറ് വെക്കുമ്പോ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒരു പിടി അരി ഇട്ട് വെക്കുക. നിങ്ങൾ മനസ്സിലായല്ലോ? അപ്പൊ അത്രയും നിങ്ങൾ ചെയ്യണ്ടോ. അപ്പോ എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു തരാട്ടോ. പണ്ട് നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പിടി ദിവസം അവര് ചോറ് വെക്കാൻ അരി എടുക്കും, അരി കഴുകി ചോറിനിടും, അവര് ദൈവത്തിനെ വിചാരിച്ച് പ്രാർത്ഥിച്ചിടും. അപ്പൊ അവര് ആദ്യം എടുക്കണ അരിന്ന് ഒരു പിടി അരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. ഇത് പണ്ട് പണ്ട് കാലം മുതൽക്കേ നമ്മളെ മുത്തശ്ശിമാര് നടത്തി വന്നിരുന്ന ആചാരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ അരി ഇടാത്തവര് കുറെ ഉണ്ട് കേട്ടോ. അത് അറിയാത്തവരുണ്ട് കേട്ടോ. ഒരു പിടി അരി മാറ്റി വെക്കാത്തവരുണ്ട്. മക്കളെ, ഒരു പിടി അരി മാറ്റി വെച്ചാൽ നമുക്ക് ചോറ് കുറയുന്നില്ല. അത് നിങ്ങളൊരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ഒരു പിടി അരി മാറ്റി വെച്ചാൽ ചോറ് കുറയണില്ല. പക്ഷെ ആ ഒരു പിടി അരിയാണെങ്കിൽ നമുക്കൊരു സംഹാരമാണെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് ഇത്തിരി സ്വരുക്കൂട്ടി വെക്കാൻ പറ്റും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പിടി അരി നിങ്ങൾ മാറ്റി വെക്കേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കുറച്ചു കാലം നിങ്ങൾ ഇതിങ്ങനെ ചെയ്തു പോരെ. ഒരു പിടി അരിയല്ലേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ പൈസ പറയണില്ല, ഒന്നുമില്ല. നമ്മൾ ചോറ് വെക്കാതിരിക്കുന്നില്ലല്ലോ ഒരു ദിവസം നമ്മളെ വീട്ടില്. അപ്പൊ അതിന്ന് ഒരു പിടി അരി എടുത്ത് വെക്കാൻ മാത്രമേ ഞാൻ പറയുള്ളൂ. എങ്ങനെ തലവര മാറ്റുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ അരി നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഒരു മാസം ആകുമ്പോൾ നമുക്ക് ഒരു പിടി പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് നമുക്ക് എത്ര അരി ഉണ്ടാവും മക്കളെ? ആ അരി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ അരി നമ്മൾ ഇടുമ്പോ തന്നെ പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ. നമ്മളെ വീട്ടിലെ കുടുംബത്തിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതേ, എൻ്റെ അന്നത്തിന് ഒരിക്കലും ഒരു മുട്ടുണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അതിൽ അരി ഇടാൻ പാടുള്ളൂ. കാരണം അത് നമ്മൾ എന്തിനുള്ളതാണ്? മഹാദാനത്തിനുള്ളതാണ്. അത് മതി മക്കളെ നമ്മൾ ദാനം ചെയ്യുക. നമ്മൾ അത് ദാനം ചെയ്താൽ ധാരാളം. ഇന്ന് അന്നദാനത്തിലും വീതൊരു ദാനമില്ലേ കുട്ടികളെ? അതെല്ലാരും ആദ്യം മനസ്സിലാക്കണം കേട്ടോ. നമ്മള് അമ്പലങ്ങളിലൊക്കെ ഇല്ലേ ഇപ്പൊ 30 ഞായറാഴ്ചകളില്, ചില അമ്പലത്തിലും ദേവീ ക്ഷേത്രങ്ങളിലും 30 വെള്ളിയാഴ്ചകളില്, അപ്പൊ പരമശിവന്റെ ഒക്കെ അമ്പലമാണ്, ശിവഭഗവാന്റെ, വിഷ്ണു അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 30 ഞായറാഴ്ചകളില്. അങ്ങനെ മാസത്തിൽ ഒരു ദിവസം വരുമ്പോ നിങ്ങൾ ആരി അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല അല്ലെ. ഈ സാധിക്കാത്തവരെ നമ്മൾ ആരി എന്ത് ചെയ്യണം? മിണ്ടാപ്രാണികൾ വരുമല്ലോ നമ്മളെ വീട്ടിലെ, കാക്ക, എന്തൊക്കെ ജീവികൾ വരും അല്ലെ കൊത്തിപ്പെറുക്കാൻ. മയിലടക്കം വരുന്നുണ്ട് മക്കളെ ഇപ്പൊ. കുയില്, കാക്ക, പിന്നെ പൂത്താങ്കിളികള്, ഇങ്ങനത്തെ ഒക്കെ കിളി വരുമ്പോ, മുളങ്കിളികളൊക്കെ കൂട്ടം കൂട്ടായിട്ട് വരും. അണ്ണാർക്കണ്ണൻ, ഇവരൊക്കെ നമ്മളെ ഭൂമിയിൽ ജീവിക്കാൻ അർഹരാപ്പെട്ടവർ തന്നെയാണ്. ഇവർക്കൊക്കെ ഭക്ഷണം നമ്മൾ ശരിക്കാണെങ്കിൽ കൊടുക്കണം. ആട്ടിപ്പായിക്കല്ല വേണ്ടത്. അപ്പൊ നമുക്ക് പുണ്യം കിട്ടും, കോടി പുണ്യം കിട്ടും. നമ്മള് അന്നദാനം ഒരു അമ്പലത്തിൽ കഴിക്കണമെങ്കിൽ ഒരു മാസം 15,000 രൂപയൊക്കെ വേണം അല്ലേ. വലിയ അമ്പലത്തിൽ അതുപോലെ ഒന്നും നിൽക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ ഒന്നും അല്ല, കോടി പുണ്യം കിട്ടും നമ്മളെ ഈ അന്നദാനം കാരണം. പിന്നെ അത് നമ്മൾ അമ്പലത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് വേവിക്കും അല്ലെ. വേവിച്ചിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ അത് ആർത്തിയോട് കൂടി കഴിക്കേണ്ട. അമ്പലത്തിലെ പ്രസാദം ബഹുമാന സൂചകമാണ് അല്ലേ കഴിക്കുക. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കഴിക്കില്ല. ഒരു കല്യാണ സദ്യക്ക് പോയാൽ കുറ്റം പറയും, പ്രാവൂലേ, അതാ വെന്തിട്ടില്ല, ആ കറി നന്നല്ല, ഈ കറി നന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടാ കഴിക്കുക. അപ്പൊ നമുക്ക് ദോഷ കിട്ടണത്. നമ്മൾ കൊടുത്തതിന് അവര് കുറ്റം പറയണതേ. അപ്പൊ നമ്മളെ ശപിക്കുകയാണ്. നേരെ മറിച്ച് അമ്പലത്തിലത്തെ അങ്ങനെയല്ല, ഭഗവത് പ്രസാദമായിട്ടാ കഴിക്കണത് അല്ലെ. ഒരു ഉരുള ചോറ് കിട്ടി കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് എത്ര ആളാണ് വരി നിൽക്കണം. ഗുരുവായൂരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരുപാട് ആ കുളത്തിന് ചുറ്റും വരി നിൽക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗുരുവായൂർ പോകുമ്പോ കണ്ടിട്ടുണ്ടാവും, എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഒക്കെ കമന്റ് ചെയ്യണം കേട്ടോ കണ്ടവരൊക്കെ. അമ്മ വെറുതെ തമാശ പറയല്ല, അമ്മയും കണ്ടിട്ടുണ്ട്, അമ്മയും പോയി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണെ ഒരുപാട് തിരക്കിലാണെങ്കിലും ആ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം അല്ലെ. നമ്മളെ അകത്തുള്ള ഇതൊക്കെ പോകുന്ന കുട്ടികളെ പറഞ്ഞ വിഷങ്ങളൊക്കെ പോകുന്ന പറഞ്ഞ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ. കാരണം ഭഗവാൻ ഉണ്ടിട്ടുള്ളതാ നമുക്ക് കിട്ടണം അല്ലേ. അപ്പൊ അങ്ങനത്തെ പ്രസാദോട്ടിന് നമ്മൾ ഈ അരി കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾക്ക് കോടി പുണ്യാണ് കിട്ടുന്നത്. വേവിച്ചിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ട എത്ര ആളുണ്ട് മക്കളെ. പാവങ്ങൾ ഈ ഭക്ഷണം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മൾ അഹങ്കരിക്കരുത് കേട്ടോ. അന്നം കഴിക്കാനില്ലാത്ത എത്ര ജനങ്ങളുടെ മക്കളെ. നിങ്ങൾക്ക് സങ്കടം തോന്നണില്ലേ? നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഭൂമിയിൽ എല്ലാവരും ഒരേപോലെയാണ് മക്കളെ. അത് പണക്കാര് ചിക്കനും മട്ടനും ബീഫും കണ്ണി കണ്ടതും വാരി വലിച്ചു തിന്ന് കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ആസ്പത്രി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അല്ലേ മക്കളെ പൈസ. അതിന് വേണ്ടിയിട്ട് ഒരു നേരം ഭക്ഷണത്തിന് നമുക്ക് വയറ് നിറയാൻ പറ്റാതെ ഹോട്ടലിന്റെ പിന്നിൽ അടക്കി ഇരുന്നിട്ട് ആൾക്കാര് വാരി കഴിക്കണം കേട്ടോ. നമ്മളെ ബാക്കി തിന്നണ ഒരു ലോകം കൂടി ഉണ്ട് കേട്ടോ.
നമ്മൾ അറിയാത്ത ചില സ്ഥലത്തൊക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു പിടി അരി എടുത്ത് വെക്കണം മക്കളെ. അത് മഹാപുണ്യാണ്. പണ്ടൊക്കെ നമുക്ക് യാചകര് വീട്ടിൽ കൂടെ ഒക്കെ വരുമല്ലേ, അപ്പൊ അവർക്കൊക്കെ നമ്മൾ അമ്മമാര് അരിയാണ് കൊടുക്കുക മക്കളെ. അവർക്ക് ഒരു നേരം തിളപ്പിച്ച് കുടിച്ചോട്ടെ വെച്ചിട്ട് അരിയാണ്. എന്റെ അമ്മയ്ക്ക് അങ്ങനെ കൊടുത്ത് ഞാൻ കണ്ടിട്ടുള്ള കേട്ടോ. ഇപ്പൊ നമ്മളെ വീടുകളിലൊന്നും അങ്ങനത്തെ ആൾക്കാരെ കാണുന്നില്ല, നിരോധനമായി. എന്താന്ന് എനിക്കറിയില്ല, ആരും വരുന്നില്ല മക്കളെ. അപ്പൊ ഈ പിടിയരി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അന്നദാനത്തിന് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുക. അല്ലെങ്കിൽ മക്കളെ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളായിട്ടുള്ള അനാഥാലയങ്ങൾ പല സ്ഥലത്തും ഉണ്ട് മക്കളെ. നിങ്ങൾക്ക് സാധിക്കിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാം. കൊടുത്തത് കാര്യം മക്കളെ. അത് കൂടെ വേറൊരാൾ, അങ്ങനെ ഒരു 10 ആള് നിങ്ങൾക്ക് അറിയാലോ. ഒരു വീട്ടിലൊരു സ്ത്രീ സ്വരുക്കൂട്ടണ അരിയാണ് ഒരു മാസം 2 കിലോ അരിന്ന് കൂട്ടിക്കോളൂ. അപ്പൊ നമ്മളെ നാട്ടിൽ എത്ര വീടുണ്ട് കുട്ടികളെ. അപ്പൊ ഇല്ലാത്തവർക്ക് ഈ അരി സ്വരുക്കൂട്ടിയിട്ട് നമ്മള് പലരും പല സ്ഥലത്തും കുറേശ്ശെ കൊണ്ടുപോയി കൊടുത്താലേ നമ്മളെ നാട് മുഴുവനും പട്ടിണി ഇല്ലാത്തൊരു നാടാവും മക്കളെ. അപ്പൊ എല്ലാവർക്കും അതന്നെയല്ലേ കാണാൻ ഇഷ്ടം. അപ്പൊ അമ്മയും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും നേരം വിളിച്ചായ ഈ ഒരു പ്രാർത്ഥന എല്ലാവരും നാവിൽ നിന്ന് കേൾക്കണം മക്കളെ. നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ തലമുറക്കാർക്കും പട്ടിണിയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. നമ്മളത് പ്രാർത്ഥിക്കണം. നമ്മളെ കുട്ടികളും മക്കളും എങ്കിൽ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ കുട്ടികളെ പോലെയല്ലേ മക്കളെ മറ്റു കുട്ടികളും. ദൈവം കണ്ണും മൂക്കും ചെവിയും നാക്കും തൊക്കും ഒക്കെ അവർക്കും കൊടുക്കുന്നുണ്ട്. പട്ടിണി കൊടുക്കാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൊ എല്ലാവരും ഇന്ന് കമന്റ് ബോക്സിൽ എന്താ എഴുതണ്ടെന്ന് അറിയോ? ആർക്കും പട്ടിണി ഇല്ലാതിരിക്കാനുള്ള ഒരു നാടായി മാറട്ടെ. നമ്മളെ ലോകം മുഴുവൻ അങ്ങനെ കേട്ടോ. അതല്ലേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ. അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഇതാണ് കേട്ടോ ഒന്ന് എഴുതേണ്ടത്, ഓം അന്നപൂർണേശ്വരിയേ നമാന്ന്. എങ്കിൽ എന്താണെന്നറിയോ മക്കളെ, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിതൊരു ഭക്തിയാണ്. കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളെ ലോകത്തു നിന്ന് പട്ടിണി തുടച്ചു മാറ്റും, അതുപോലെ അസുഖങ്ങൾ തുടച്ചു മാറ്റും. നമുക്ക് കൂടുതൽ പ്രാർത്ഥനകൾ കേട്ടോ. ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് പറ്റിയിട്ടില്ല. കാരണം ഇങ്ങനെ കമന്റ് ബോക്സിൽ കമന്റ് എഴുതി കഴിഞ്ഞാലും ഭഗവാൻ അത് ഇഷ്ടമാണ് കേട്ടോ മക്കളെ. അന്നപൂർണേശ്വരിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് പട്ടിണിയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അസുഖമൊക്കെ തുടച്ചു നീക്കും മക്കളെ. കൊറോണ കാലത്ത് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അതിന്നൊക്കെ രക്ഷപ്പെട്ടവരല്ലേ നമ്മളെ. അപ്പൊ അതുപോലെ പട്ടിണിയിൽ നിന്നും എല്ലാവരും മുക്തിയാവട്ടെ മക്കളെ. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് മാത്രം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് അമ്മ ഇടണം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.